രാഷ്ട്രപതി ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ഇപ്പോൾ പമ്പയിൽ എത്തിയിരിക്കുകയാണ്. ശബരിമല ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു പമ്പയിൽ എത്തിക്കഴിഞ്ഞു. ഗണപതി ക്ഷേത്രത്തിൽ നിന്നും കെട്ടിനിറച്ച് ഗൂർഖ വാഹനത്തിൽ സന്നിധാനത്തേക്ക് പുറപ്പെടും. 12 മണിയോടെ രാഷ്ട്രപതി ശബരിമല ദർശനം നടത്തുമെന്നാണ് ഏറ്റവും ഒടുവിൽ അറിയാൻ സാധിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് ഗോകുൽ രമേശും അരുൺ കൊടുങ്ങൂരും ചേരുന്നുണ്ട്. ആദ്യം ഗോകുലിലേക്ക് പോവുകയാണ്. ഗോകുല് പറയൂ, എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ്? ശ്യാം, നിലവിൽ രാഷ്ട്രപതി പമ്പയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. പമ്പയിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള സ്നാനഘട്ടത്തിൽ ദേഹശുദ്ധി വരുത്തി അവിടെ നിന്നും പമ്പ ഗണപതി ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രാഷ്ട്രപതി എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പമ്പ ഗണപതി ക്ഷേത്രത്തിലായിരിക്കും കെട്ടുനിറ അടക്കമുള്ള ചടങ്ങുകൾ നടക്കുന്നുണ്ടാവുക. ആചാരപരമായിട്ടുള്ള ചടങ്ങുകളെല്ലാം പൂർത്തീകരിച്ച ശേഷമായിരിക്കും കെട്ടുനിറച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു സന്നിധാനത്തേക്ക് പുറപ്പെടുന്നുണ്ടാവുക. എന്തായാലും പമ്പ ത്രിവേണിയിൽ പ്രത്യേകം ജലസേചന വകുപ്പ് ക്രമീകരിച്ചിട്ടുള്ള സ്നാനഘട്ടത്തിൻ്റെ ഭാഗത്താണ് ദേഹശുദ്ധി വരുത്തി ഇപ്പോൾ രാഷ്ട്രപതി കെട്ടുനിറ ചടങ്ങിനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അത് ഉടനെ തന്നെ പൂർത്തീകരിച്ച് പെട്ടെന്ന് തന്നെ ഏകദേശം 12 മണിയോടുകൂടി തന്നെ സന്നിധാനത്ത് എത്തിച്ചേരുന്ന രീതിയിലായിരിക്കും രാഷ്ട്രപതിയുടെ യാത്രയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിനായിട്ട് ക്രമീകരിച്ചിട്ടുള്ള 6ഓളം ഗൂർഖ വാഹനങ്ങളിലായിരിക്കും സന്നിധാനത്തേക്ക് രാഷ്ട്രപതി യാത്ര തിരിക്കുന്നുണ്ടാവുക. പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് പമ്പയിലും സന്നിധാനത്തും അങ്ങോട്ടേക്കുള്ള പാതയിലും ഒക്കെ തന്നെ ക്രമീകരിച്ചിരിക്കുന്നത്. സ്വാമി അയ്യപ്പൻ റോഡ് വഴിയായിരിക്കും രാഷ്ട്രപതിയുമായിട്ട് ഗൂർഖ വാഹനങ്ങളുടെ വ്യൂഹം സന്നിധാനത്തേക്ക് പുറപ്പെടുന്നുണ്ടാവുക. 12:20 സന്നിധാനത്ത് ദർശനം നടത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. 18ാം പടി ചവിട്ടി രാഷ്ട്രപതി നേരെ ശ്രീകോവിലിന് മുൻപിലെത്തും. അവിടെ ആ സമയത്ത് ഉച്ചപൂജ ചടങ്ങുകളായിരിക്കും നടക്കുന്നുണ്ടാവുക. ഉച്ചപൂജ രാഷ്ട്രപതി കണ്ടു തൊഴുതതിന് ശേഷം മാളികപ്പുറത്തും ദർശനം പൂർത്തിയാക്കി സന്നിധാനത്തെ ഗസ്റ്റ് ഹൗസിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. അതിനുശേഷം 3 മണി വരെ ഗസ്റ്റ് ഹൗസിൽ ഭക്ഷണവും വിശ്രമവുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 3 മണിക്ക് ശേഷം ഗൂർഖ വാഹനങ്ങളിൽ തന്നെയായിരിക്കും രാഷ്ട്രപതി തിരിച്ച് പമ്പയിലേക്ക് എത്തിച്ചേരുന്നുണ്ടാവുക. അതിനുശേഷം പമ്പയിൽ നിന്നും നിലയ്ക്കലേക്ക് എത്തി അവിടെ നിന്നും ഹെലികോപ്റ്റർ മാർഗം തിരുവനന്തപുരത്തേക്കായിരിക്കും രാഷ്ട്രപതിയുടെ മടക്കയാത്ര ഉണ്ടാവുക. ഇന്ന് രാവിലെ 8:30 കൂടിയിട്ടാണ് രാഷ്ട്രപതി പത്തനംതിട്ട പ്രമാടത്ത് ഹെലികോപ്റ്റർ ഇറങ്ങുകയുണ്ടായത്. അവിടെ നിന്നും റോഡ് മാർഗം തന്നെ പത്തനംതിട്ടയിൽ നിന്നും പമ്പയിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു. പ്രത്യേക വാഹന വ്യൂഹം അതിന് വേണ്ടിയിട്ട് സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ നിലയ്ക്കലായിരുന്നു ഇറങ്ങാൻ തീരുമാനിച്ചിരുന്നതെങ്കിലും അനുകൂലമല്ലാത്ത കാലാവസ്ഥയായിരുന്നതുകൊണ്ട് തന്നെ മൂടൽമഞ്ഞും മഴയും ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നിലയ്ക്കലിൽ നിന്നും പെട്ടെന്ന് ഹെലിപ്പാഡ് പ്രമാടത്തേക്ക് മാറ്റേണ്ടതായിട്ട് വന്നു. പ്രമാടത്താണ് പിന്നീട് ഇറങ്ങിയിട്ട് രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹം നേരെ പമ്പയിലേക്ക് പോവുകയും ഇപ്പോൾ പമ്പയിലുള്ള ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും വളരെ ആചാരപരമായിട്ടുള്ള ചടങ്ങുകളൊക്കെ തന്നെ കൃത്യമായിട്ട് പൂർത്തീകരിച്ചുകൊണ്ട് തന്നെയാണ് രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനം എന്തായാലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം ഇപ്പോൾ അരുൺ കൊടുങ്ങൂർ കൂടി ചേരുകയാണ്. അരുൺ, ചില അനിശ്ചിതത്വങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഹെലിപ്പാഡിൽ ചില സുരക്ഷാ വീഴ്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിവരം കൂടി പറയാം. തീർച്ചയായും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്നത് പമ്പ ഗണപതി ക്ഷേത്രത്തിലേക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു ദർശനത്തിനായി എത്തുകയാണ്. ശരണം വിളികളുടെ അകമ്പടിയിലാണ് ഇവിടെ കെട്ടുനിറയ്ക്കൽ ചടങ്ങ് നടക്കുക. ഇതിനുശേഷം 6 ഗൂർഖ വാഹനങ്ങളാണ് ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നലെ നമ്മൾ അവിടെ സന്നിധാനത്ത് നിന്നും റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ പല ആവർത്തി കൃത്യമായ രീതിയിലുള്ള പരിശോധനാ സംവിധാനങ്ങളൊക്കെ തന്നെ നടത്തിയതിന് ശേഷമാണ് ഈ രാഷ്ട്രപതിക്കായുള്ള ആ വാഹന വ്യൂഹം അവിടെ തയ്യാറായിരിക്കുന്നത്. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ പമ്പ ഗണപതി ക്ഷേത്രത്തിൽ നിന്നും സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാണ് സന്നിധാനത്തേക്ക് എത്തുക. 13 വളവുകൾ കയറി അതിനുശേഷം ചരൽമേടെത്തി അവിടെ നിന്നും നേരെ മരക്കൂട്ടത്തേക്കും അവിടെ നിന്നും താഴെ നടപ്പന്തൽ സൈഡിലൂടെ നേരെ ഗസ്റ്റ് ഹൗസിനടുത്തേക്ക്, അതായത് ശബരി ഗസ്റ്റ് ഹൗസിനടുത്തേക്ക് സന്നിധാനത്തിന് തൊട്ടു താഴെ വരെ എത്തുന്ന രീതിയിലേക്കാണ് നിലവിൽ ദർശനത്തിനുള്ള ഒരു ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. എല്ലാവിധ സജ്ജീകരണങ്ങളും ശബരിമല സന്നിധാനത്ത് പൂർത്തിയായിരിക്കുകയാണ്. എന്തായാലും എല്ലാ ക്രമീകരണങ്ങളും സന്നിധാനത്ത് പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. രാവിലെ ചില അനിശ്ചിതത്വങ്ങൾ നിലവിൽ ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഈ മഴയും മഞ്ഞും മാറി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ നിലവിൽ നിലയ്ക്കലേക്കായിരുന്നു സംവിധാനങ്ങളൊക്കെ ഹെൽപ്പാഡ് അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നത്. പക്ഷേ അത് പത്തനംതിട്ട പ്രമാടത്തേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. അവിടെ സുരക്ഷാ വീഴ്ച അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകേണ്ടി വന്നു. ആ ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടി നമുക്ക് പങ്കുവെക്കേണ്ടതുണ്ട്. എന്തായാലും രാഷ്ട്രപതിയുടെ ഒരു സന്ദർശനമാണ്, വളരെ മുൻകൂട്ടി അറിയിച്ച ഒരു കാര്യമാണ്. പക്ഷേ എന്നിട്ട് പോലും കൃത്യമായ ഒരു ഇടപെടൽ നടത്താൻ അല്ലെങ്കിൽ മറ്റൊരു സംവിധാനം നൽകേണ്ടി വന്നെങ്കിൽ അതിൽ ഗുരുതരമായൊരു വീഴ്ച കൂടിയല്ലേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അവിടെ സംഭവിച്ചിരിക്കുന്നതിന് പൂർണ്ണമായിട്ടും എന്തായാലും ഉത്തരവാദി ജില്ലാ ഭരണകൂടം തന്നെയാണെന്ന് പറയാം. കാരണം ഹെലിപ്പാഡ് അടക്കമുള്ള കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടത് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമായിരുന്നു. നിലയ്ക്കലായിരുന്നു തീരുമാനിച്ചിരുന്നെങ്കിലും ഒരു ബദൽ സംവിധാനം അഥവാ നിലയ്ക്കൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമായിരുന്നു എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനൊരു പകരം സംവിധാനം ഒരുക്കാനായിട്ട് ജില്ലാ ഭരണകൂടത്തിന് സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ വീഴ്ച എന്ന് പറയുന്നത്. വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ്. കാരണം ആ ഹെലികോപ്റ്റർ രാഷ്ട്രപതിയെ വെച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ വരുമ്പോൾ തന്നെയാണ് അത് കോൺക്രീറ്റിൽ നിന്നും താഴേക്ക് അതിൻ്റെ ടയർ
ചെയർ അമർന്ന് നീങ്ങുന്ന ഒരു സംഭവം ഉണ്ടായത്. അതിനുശേഷം രാഷ്ട്രപതി ഇറക്കിയതിനു ശേഷം ഉദ്യോഗസ്ഥരൊക്കെ ചേർന്നുകൊണ്ട് അത് തള്ളിക്കയറ്റുന്ന ദൃശ്യമാണ് കണ്ടത്. വളരെ അപൂർവമായിട്ട് രാഷ്ട്രപതിയാണ്, ഭാരതത്തിൻ്റെ രാഷ്ട്രപതിയാണ്, പ്രഥമ പൗരയാണ്, അവർ സഞ്ചരിക്കുന്ന ആ ഒരു ഹെലികോപ്റ്ററിലാണ് ഇത്രത്തോളം സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഉത്തരവാദിത്തം ജില്ലാ ഭരണകൂടത്തിനും ഇവിടുത്തെ സർക്കാരിനും തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.